جاه الشيخ أجميري ويسر سؤل ملكين ينلني فوز دارين كذا اغفر ذنب أبوين بجاه الشيخ أجميري واعلموا أمة سيدنا ومولانا محمد അഭിവന്ദരായ സയ്യിദ് ഷമീം തങ്ങൾ ഹസൈനാർ ഉസ്താദ് ഈ നാടിൻ്റെ ജമാഅത്തിൻ്റെ ഖത്തീബ് ഉസ്താദ് അബ്ദുർ റസാഖ് മദനി, ഈ നാടിൻ്റെ അധ്യക്ഷരും സ്വാഗത സമിതിയുടെ അധ്യക്ഷരുമായ പുത്തുച്ച അടക്കമുള്ള ഉമറാക്കൾ, പ്രിയപ്പെട്ട മുസ്ലിം ജമാഅത്തിൻ്റെ SYSൻ്റെ SSFൻ്റെ നേതാക്കൾ, പ്രവർത്തകർ, അള്ളാഹു നമ്മുടെ മജ്ലിസ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, സ്വാഗത ഭാഷണത്തിൽ നിന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞു. ഇത് പരിശുദ്ധമായ റജബ് മാസമാണ്. എല്ലാ മിഹ്റാബുകളിൽ നിന്നും എല്ലാ ഉസ്താദന്മാരും, എല്ലാ പള്ളികളിൽ നിന്ന് എല്ലാ മുഅ്മിനീങ്ങളും, എല്ലാ വീടുകളിൽ നിന്ന് എല്ലാ ഉമ്മമാരും കഴിഞ്ഞ മാസങ്ങളിലൊന്നും കേൾക്കാത്ത രൂപത്തിൽ اللهم بارك لنا في رجب وشعبان وبلغنا رمضان. റജബിൽ എനിക്ക് ബറക്കത്ത് നൽകണം എന്ന് ദുആ ചെയ്യുന്ന മാസമാണ്. SSFൻ്റെ SYSൻ്റെ മുസ്ലിം ജമാഅത്തിൻ്റെ യൂണിറ്റ് കോൺഫറൻസിനോടനുബന്ധിച്ച് ഇവിടെ എല്ലാ മാസവും മുടങ്ങാതെ വീടുകളിലും ഓഫീസുകളിലും മറ്റു സ്ഥലങ്ങളിലുമായി നടത്തപ്പെടുന്ന മഹ്ളറത്തുൽ ബദരിയയുടെ വാർഷികത്തോട് അനുബന്ധിച്ച് വന്ന എല്ലാ മുഅ്മിനീങ്ങളോടും സഹോദരന്മാരോടും സഹോദരിമാരോടും പറയാനുള്ളത്, ഇത് ബറക്കത്തിന്റെ മാസമാണ്, ഇത് ബറക്കത്തിന്റെ നാളുകളാണ്, ഇത് ബറക്കത്തിന്റെ രാവുകളാണ്, ഇത് ബറക്കത്തുകൾ ഇറങ്ങുന്ന സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും ചുറ്റപ്പെടുന്ന സമയങ്ങളാണ്. ധാരാളം ബറക്കത്തുകൾ മറ്റുള്ള മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അല്ലാഹു പടപ്പുകളിലേക്ക്, സൃഷ്ടികളിലേക്ക് ഓശാരമായി നൽകുന്ന ഈ മാസത്തിൽ, ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, അള്ളാഹുവിൻ്റെ ബറക്കത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ വീടുകളിൽ ബറക്കത്തുണ്ടാകണം, നമ്മുടെ ഭാര്യ മക്കളിൽ ബറക്കത്തുണ്ടാകണം, നമ്മുടെ മാതാപിതാക്കളിൽ ബറക്കത്തുണ്ടാകണം, നമ്മുടെ കുടുംബങ്ങളിൽ ബറക്കത്തുണ്ടാകണം, നമ്മുടെ ജീവിതങ്ങളിൽ ബറക്കത്തുകൾ ഉണ്ടാകണം. ബറക്കത്തുകൾ നിന്നു പോകുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ ബലാ, ഏറ്റവും വലിയ മുസീബത്ത്. ബറക്കത്തുകൾ നിന്നു പോകുന്നു എന്നതാണ്. ആ ബറക്കത്തുകൾ വ്യാപകമായി നമുക്ക് തിരിച്ചു വരണം. അതിനുവേണ്ടി മാത്രം നിശ്ചയിക്കപ്പെട്ട രാവുകളാണ് റജബിന്റെ രാവുകൾ. അതിനുവേണ്ടി മാത്രം നിശ്ചയിക്കപ്പെട്ട പകലുകളാണ് റജബിന്റെ പകലുകൾ. സംഘടനയുമായി ബന്ധപ്പെട്ടതൊക്കെ ഇൻഷാ അല്ലാഹ് SSFന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റും വലിയ സംഘാടകനും വലിയ വാഗ്മിയും പ്രഭാഷകനും പണ്ഡിതനും കുറ്റ്യാടി സിറാജുൽ ഹുദ സമുച്ചയത്തിന്റെ വലിയ നേതൃത്വവുമായ റാഷിദ് ബുഖാരി ഉസ്താദ് സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മൾ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം. പ്രിയപ്പെട്ട ഭാരബട്ടിലുള്ള മോമിനീങ്ങൾ പണ്ടേ ആലിമീങ്ങളെ സ്നേഹം വെക്കുന്നവരാണ്, പണ്ടേ തങ്ങന്മാരെ സ്നേഹം വെക്കുന്നവരാണ്,
പണ്ടേ സ്വാലിഹീങ്ങളുമായി ബന്ധമുള്ള നാട്ടുകാരാണ്. ഇവിടെയുള്ള ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ ചെറിയവരാവട്ടെ വലിയവരാവട്ടെ അവർ ദീനിനെ മഹബത്ത് വെക്കുന്ന ഒരു നാടാണ് ഈ ബാരബട്ട് പരിസരമുള്ള നാട്. ഇവിടെ മഹാനായ മർഹൂം സുരുവൈർ ഉസ്താദിനെ പോലെയുള്ള വലിയ വലിയ ആലിമീങ്ങൾ നേതൃത്വം നൽകിയ, ഇന്നും ഈ നാടിനും ബന്ധപ്പെട്ട നാടുകളിലൊക്കെ ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭരായ വലിയ വലിയ ആലിമീങ്ങളും സൂഫി വര്യന്മാരും നേതൃത്വം നൽകുന്ന നാടാണ്. അള്ളാഹു ഈ രൂപത്തിലുള്ള ഇസ്സത്തോടുകൂടെ ഖിയാമത്ത് നാൾ വരെ ഈ നാടിനെയും നമ്മുടെ നാടുകളെയും അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ബറക്കത്തുകൾ നിറഞ്ഞു നിൽക്കണം, നമ്മുടെ ജമാഅത്തിൽ ബറക്കത്തുകൾ നിറഞ്ഞു നിൽക്കണം, നമ്മുടെ മഹല്ലുകളിൽ ബറക്കത്തുകൾ നിറഞ്ഞു നിൽക്കണം. ഈ മഹല്ലിന്റെ വ്യാപ്തിയിൽ എത്രയാണ് വീടുകളുള്ളത്? 100 ആണെങ്കിൽ 100 ആണെങ്കിൽ 200 ആണെങ്കിൽ 200, അല്ലെങ്കിൽ അതിൽ കൂടുതലാണെങ്കിൽ അതിൽ കൂടുതൽ. അതിൽ താമസിക്കുന്ന ആണ് പെണ്ണ് ചെറുത് വലുത് എല്ലാവരുടെ ജീവിതങ്ങളിലും ബറക്കത്തുണ്ടാകണം. ബറക്കത്ത് തരേണ്ടത് ആരാണ്? അത് പ്രധാനമന്ത്രി അല്ലല്ലോ, അത് മുഖ്യമന്ത്രി അല്ലല്ലോ, അത് രാഷ്ട്രീയക്കാർ അല്ലല്ലോ, അത് കോട്യാധിപതികൾ അല്ലല്ലോ, അത് വേറെ ഏതെങ്കിലും രീതിയിലുള്ള അധികാര സോപാനത്തിലുള്ളവരല്ലല്ലോ. ബറക്കത്ത് നൽകേണ്ടത് ഖാലിഖും മാലിക്കും റാസിഖുമായ അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ ആ റബ്ബിനോട് കരഞ്ഞുകൊണ്ട് SSFന്റെ പ്രവർത്തകർ, SYSന്റെ പ്രവർത്തകർ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ ഏത് പരിപാടി വെക്കുമ്പോഴും, ഏത് പ്രോഗ്രാമുകൾ നടത്തുമ്പോഴും, ഏത് സമ്മേളനങ്ങൾ നടത്തുമ്പോഴും, ഏത് മറ്റുള്ള രൂപത്തിലുള്ള സംരംഭങ്ങൾ നടത്തുമ്പോഴും ഒന്നാമതും രണ്ടാമതും മൂന്നാമതും പറയുന്നത് മുഅ്മിനീങ്ങളെ ആഖിറത്തിലേക്ക് അടുപ്പിക്കുന്ന വിഷയങ്ങളാണ്. സംഘടനകൾ ഒരുപാടുണ്ട് ലോകത്തിൽ, സംഘടനകൾ ഒരുപാടുണ്ട് ലോകത്തിൽ, ഒരേ ഗ്രൂപ്പുകൾ ഒരുപാടുണ്ട് ലോകത്തിൽ, വിഭാഗങ്ങളുണ്ട്. നമ്മുടെ സംഘടന മറ്റുള്ള സംഘടനകളിൽ നിന്ന് വെറൈറ്റിയായി, നമ്മുടെ വിഭാഗം മറ്റുള്ള വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, നമ്മുടെ ഗ്രൂപ്പ് മറ്റുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് ഡിഫറൻ്റ് ആയി നിൽക്കുന്നത് ഒന്ന് സ്വാലിഹീങ്ങളും ആലിമീങ്ങളും മഹാന്മാരും ഔലിയാക്കൾ പോലെയുള്ള ആശീർവാദമുള്ള സംഘടനയാണ് ഈ സംഘടന. ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ മഹാനായ സയ്യിദുനാ വ മുർഷിദുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ, അവർ ഒരു ആലിമാണ്, ഒരു സയ്യിദാണ്, അതിന്റെ പുറം ഒരു വലിയാണ് എന്നത് സമകാലിക ലോകത്തിലുള്ള മുഴുവൻ പണ്ഡിതന്മാരും അവിടുന്ന് സാക്ഷ്യപ്പെടുത്തിയതാണ്. അവിടുത്തെ മകൻ മഹാനായ ഖുറത്തുസ് സദാത്ത് നമ്മിൽ നിന്ന് പെട്ടെന്ന് ഓടി മറഞ്ഞു പോയത് വേദനയോടുകൂടെ ഇന്നും നമ്മൾ കാണുകയാണ്. അവിടുത്തെ ജീവിതങ്ങൾ നമ്മൾ കണ്ടതാണ്. അവിടുത്തെ അനുസ്മരണ ഭാഷണങ്ങളിൽ എന്നെ പോലെയുള്ളവരല്ല മഹത്തുക്കളൊക്കെ പറഞ്ഞത് അവിടുന്ന് നടത്തിയ റിയാളുകളും, അവിടുന്ന് ചൊല്ലിയ ദിക്റുകളും, അവിടുന്ന് ചൊല്ലിയ സ്വലാത്തുകളും, അവിടുന്ന് ഓതിയ ഖുർആനുകളുടെ കണക്കുകൾ നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. എൻ്റെ പ്രായപൂർത്തിയായ അന്ന് മുതൽ ഇന്ന് വരെ എന്നെ കൊണ്ട് ഓതി തീർക്കാത്തതിന് അപ്പുറം ഓതാനുള്ള തൗഫീഖ് ലഭിച്ചവരാണ് അവരൊക്കെ. മഹാനായ താജുൽ ഉലമാ ഉസ്താദ്, നിങ്ങൾ ഇന്നും പോയി ഖുർആൻ മറിച്ചിട്ട് സൂറത്തുൽ അൻആം ഒന്ന് മറിച്ചു നോക്കിയാൽ ആ സൂറത്തുൽ അൻആമിന് എത്ര ഹർഫുകൾ ഉണ്ട്, എത്ര ആയത്തുകൾ ഉണ്ട്, എത്ര പേജുകൾ ഉണ്ട്, നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. എങ്കിൽ മഹാനായ താജുൽ ഉലമാ ഉസ്താദ് പറഞ്ഞത്, എൻ്റെ പ്രായപൂർത്തിയായ സമയം മുതൽ വാർദ്ധക്യ സഹജമായ 90 കഴിഞ്ഞിട്ടുള്ള രോഗം വരുന്നത് വരെ ഒരു ദിവസവും ഞാൻ സൂറത്തുൽ അൻആം മുടക്കിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇശാ ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിലേക്ക് കയറിയാൽ ഇശാഇന്റെ മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാതെ ഇശാഇന് ഞാൻ കൈകെട്ടാറില്ല. ഇശാഇന് കൈകെട്ടി സലാം വീട്ടി ശേഷമുള്ള ഔറാദുകളും സ്വലാത്ത് ഔറാദുകളും ദുആകളും കഴിഞ്ഞാൽ ഹദ്ദാദ് റാത്തീബ് കഴിയാതെ ഞാൻ എഴുന്നേൽക്കാറില്ല. ഹദ്ദാദ് റാത്തീബ് കഴിഞ്ഞ് എഴുന്നേറ്റാൽ എനിക്ക് ഇശാഇന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാതെ എൻ്റെ പള്ളിയിൽ നിന്ന് കാല് മുന്നോട്ട് ഞാൻ വെക്കാൻ തീരുമാനിച്ചാലും കാല് മുന്നോട്ട് വെക്കാൻ എന്നെ കൊണ്ട് കഴിയാറില്ല. അങ്ങനെ കഴിഞ്ഞാൽ തന്നെ സുന്നത്തുകൾ കഴിഞ്ഞാൽ വിത്റുകളിലേക്ക് എനിക്ക് കടക്കണമെന്ന ആശ വരികയാണ്. ആ വിത്ർ 1 റക്അത്ത് നിസ്കരിച്ചാലും മതിയാകും, 2 റക്അത്ത് നിസ്കരിച്ചാൽ
നിസ്കരിച്ചാലും മതിയാകും, 3 റക്അത്ത് നിസ്കരിച്ചാലും മതിയാകും. പക്ഷേ 11 നിസ്കരിക്കാതെ എനിക്ക് മനസ്സിന് സമാധാനം വരാറില്ല. 11 റക്അത്ത് വിത്ർ പൂർത്തിയാകാതെ ഞാൻ എൻ്റെ റൂമിലേക്ക്, എൻ്റെ കട്ടിലിലേക്ക്, എൻ്റെ വിരിപ്പിലേക്ക്, എൻ്റെ ബെഡിലേക്ക് പോയാൽ എനിക്ക് ഇരിക്കാനോ കിടക്കാനോ ഉറങ്ങാനോ എന്നെ കൊണ്ട് കഴിയാറില്ല. ഇങ്ങനെയുള്ള ആലിമീങ്ങൾ, ഇങ്ങനെയുള്ള മഹാന്മാർ, ഇങ്ങനെയുള്ള ഔലിയാക്കൾ മുന്നിലുണ്ടാകുമ്പോ അതിന്റെ പിന്നിൽ നിൽക്കാൻ ഒരാളെ കൊണ്ട് കഴിഞ്ഞാൽ അവനെ പോലെ ഭാഗ്യമുള്ളവർ വേറെ ഇല്ലല്ലോ. അവരെ പോലെ ഭാഗ്യമുള്ളവർ വേറെ ഇല്ലല്ലോ. മഹാന്മാരായ ഔലിയാക്കളും സ്വാലിഹീങ്ങളും മഹാന്മാരും അങ്ങനെയാണ്. മഹാനായ നൂറുൽ ഉലമ എം.എ. ഉസ്താദ്, ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കും, ഞാൻ ഈ വിഷയമൊന്നും പറയാൻ വിചാരിച്ചതല്ല. റജബുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഖതീബ് ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഇവിടെ പ്രാസ്താവിക ഭാഷണം നടത്തും. ശേഷം മുഖ്യ പ്രഭാഷണം റാഷിദ് ബുഖാരി ഉസ്താദ് നടത്തും. അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. നൂറുൽ ഉലമ എം.എ. ഉസ്താദ് അവറുകൾ വഫാത്താകുന്നതിന്റെ മിനിറ്റുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മുമ്പ് മകനെ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ഒരു ഷെൽഫ് ഉണ്ട്, സാധാരണ ആരും ഉപയോഗിക്കാറില്ല. അത് നൂറുൽ ഉലമ എം.എ. ഉസ്താദ് മാത്രമാണ് ആ ഷെൽഫ് ഉപയോഗിക്കാറുള്ളത്. ആ ഷെൽഫിൽ ഒരു പെട്ടിയുണ്ട്, ആ പെട്ടി എടുത്തു കൊണ്ടുവരണമെന്ന് പറയുകയാണ്. മരണത്തിന്റെ മിനിറ്റുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മുമ്പ് മഹാനായ ഉസ്താദ് അവരുടെ കുടുംബാംഗങ്ങളിലുള്ളവരോട് പറഞ്ഞപ്പോ അവർ ആ പെട്ടി കൊണ്ടുവന്നു. വളരെ സൂക്ഷ്മതയോടെ, വളരെ ഭദ്രതയോടുകൂടെ സ്വർണം സൂക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ വലിയ നിധി സൂക്ഷിച്ചതുപോലെ സൂക്ഷിക്കപ്പെട്ട ആ പെട്ടി കൊണ്ടുവന്നു, അല്ലെങ്കിൽ ആ ബാഗ് കൊണ്ടുവന്നു. അതുമല്ല, ഉസ്താദ് അവരുടെ വിറക്കുന്ന കൈകളോടുകൂടെ, ആരോഗ്യം കുറഞ്ഞ ശരീരത്തിൽ വിറക്കുന്ന കൈകളോടുകൂടെ അവിടുന്ന് മെല്ലെ അതിന്റെ ജിബ് തുറക്കുകയാണ്. തുറന്നിട്ട് പറഞ്ഞു, ഇത് ഒരു കടലാസിൽ പൊതിഞ്ഞ ഒരു സാധനമാണ്, ഇതൊരു തുണിയിൽ പൊതിഞ്ഞ സാധനമാണ്. ഇതൊരു നമ്മുടെ ഇന്ന് ആദരിക്കപ്പെടുന്ന അഭിവന്യരായ സുലൈമാൻ ഉസ്താദ് നാർഷ, നീണ്ടകാലം നമ്മുടെ ഈ ഭാഗത്ത് ഇൽമിന്റെ വിഷയത്തിൽ നേതൃത്വം നൽകിയ അഭിവന്യരായ ഉസ്താദ്, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ നൂറുൽ ഉലമ എം.എ. ഉസ്താദ് അവറുകൾ അവിടുന്ന് പറഞ്ഞു, ഈ ഞാൻ സൂക്ഷിക്കപ്പെട്ട പൊതി, ഈ കടലാസിലുള്ള പൊതി അല്ലെങ്കിൽ തുണിയിലുള്ള പൊതി അല്ലെങ്കിൽ അലങ്കരിക്കപ്പെട്ട ഈ വസ്തുവിന്റെ ഉള്ളിലുള്ള ഈ പൊതിയുടെ ഉള്ളിലുള്ള സാധനം, അത് വിലമതിക്കാനാവാത്തതാണ്, അത് വലിയ വിലയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനെ നിന്നെ ഏൽപ്പിക്കുകയാണ്. കുടുംബാംഗങ്ങളിലുള്ള ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഏൽപ്പിക്കുകയാണ്. ചോദിച്ചു, ഞാൻ ഇതെന്തു ചെയ്യണമെന്ന് ചോദിക്കുമ്പോ പറഞ്ഞു, എന്റെ ശരീരത്തിലേക്ക് ഒട്ടി നിൽക്കുന്ന ഒരു വസ്ത്രം എനിക്ക് ധരിക്കാനുണ്ട്. എന്റെ ശരീരത്തിലേക്ക് എന്നൊന്നും നിലനിൽക്കേണ്ട ഒരു വസ്ത്രം ധരിക്കാനുണ്ട്. ആ വസ്ത്രം ധരിക്കുമ്പോ അതിൻ്റെ ഉള്ളിലേക്ക് ഇതിനെ വെച്ചിട്ട് അവിടുന്ന് വെച്ചിട്ട് എന്ത് ചെയ്യണം, നീ സൂക്ഷിച്ചിട്ട് വെക്കണമെന്ന് വസിയത്ത് പറയുകയാണ്. വിഷയം മനസ്സിലായില്ല. മണിക്കൂറുകൾ കഴിയുമ്പോൾ നൂറുൽ ഉലമ എം.എ. ഉസ്താദ് വഫാത്താകുകയാണ്. വിഷയം എന്താണ്? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകളിലുള്ള ശഅർ മുബാറക്ക്, ആ ശഅർ മുബാറക്ക് അവിടുന്ന് എന്ത് ചെയ്തു? മദീനയിൽ പോയപ്പോൾ മഹാന്മാരായ ആശിഖീങ്ങളിൽ നിന്ന് സമ്മാനമായി നൽകപ്പെട്ട ആസാറ് ശഅർ മുബാറക്ക്, അതായിരുന്നു ആ സാധനം. അവിടുന്ന് വസിയത്ത് ചെയ്തത് എന്താണ്? എൻ്റെ ഏറ്റവും നല്ല വസ്ത്രം, എൻ്റെ ശരീരത്തിലേക്ക് ഒട്ടി നിൽക്കേണ്ട വസ്ത്രം, അത് എൻ്റെ കഫൻ തുണിയാണ്. ഞാൻ വഫാത്തായി എന്നെ ഖബറിലേക്ക് എന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എൻ്റെ കഫൻ തുണിയുടെ ഉള്ളിൽ വെക്കണം. കാരണം എനിക്ക് ഖബറിലെത്തുമ്പോൾ എനിക്ക് എൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയം കാണണം, എനിക്ക് പരിചയം കിട്ടണമെന്ന് നൂറുൽ ഉലമ എം.എ. ഉസ്താദ് പറയുകയാണ്. ഓ മോമിനീങ്ങളെ, ഭാരപെട്ടിലുള്ള മോമിനീങ്ങളെ, എന്തിനാണ് സംഘടന? എന്തിനാണ് മുസ്ലിം ജമാഅത്ത്? എന്തിനാണ്
SYS, എന്തിനാണ് SSF? അത് നമുക്ക് ഖബറിൽ വിജയിക്കാനാണ്, നമുക്ക് മരിക്കുമ്പോൾ ഈമാനോടുകൂടെ മരിക്കാനാണ്, നമുക്ക് ആഖിറത്തിൽ മഹാന്മാരോടുകൂടെ സ്വാലിഹീങ്ങളോടുകൂടെ നിൽക്കാനാണ്. ഒന്നുകൂടി ഞാൻ പറയട്ടെ, മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ്, അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. ഞാൻ അറിഞ്ഞ ഒരു വിഷയം ഞാൻ പറയാം. മഹാനായ ഉസ്താദിന്റെ ഏറ്റവും വലിയ പവർ എന്താണ്? ഇന്നും അവിടുന്ന് വയസ്സ് 90ഓളം ആയി, അവിടുന്ന് 90ഓളം വയസ്സ് ആയി. എൻ്റെ വയസ്സ് അല്ലല്ലോ, നിങ്ങളുടെ പലരുടെയും വയസ്സ് അല്ലല്ലോ, ഇവിടെയുള്ള പുത്തുച്ചാന്റെ വയസ്സ് അല്ലല്ലോ, ഇബ്രാഹിം ഹാജിന്റെ വയസ്സ് അല്ലല്ലോ, ഇവിടെയുള്ള സുലൈമാൻ ഉസ്താദിന്റെയും വയസ്സ് അല്ലല്ലോ, ഹസൈന ഉസ്താദിന്റെയും വയസ്സ് അല്ലല്ലോ. 85ന്റെയും 90ന്റെയും ഇടയിൽ പ്രായമുള്ള ഉസ്താദ് അവറുകള് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വേദിയിൽ വെച്ച്, ഒരു സദസ്സിൽ വെച്ച് അവിടുന്ന് നസീഹത്ത് പറഞ്ഞതിന്റെ ശേഷം അവിടുന്ന് കണ്ണ് കലങ്ങിയിട്ടുണ്ട്. കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നോ എന്ന് തോന്നിപ്പോകും നമുക്ക് കണ്ടാല്. ആ രൂപത്തിൽ മഹാനായ ഉസ്താദ് അവറുകള് സ്റ്റേജിൽ വലിയ വലിയ തങ്ങന്മാരുണ്ട്, സാദാത്തുക്കളുണ്ട്, ആലിമീങ്ങളുണ്ട്, സദസ്സിൽ ഒരുപാട് മോമിനീങ്ങളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അവരോട് ഉസ്താദ് പറഞ്ഞതെന്താണ്? എനിക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം, എനിക്ക് ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യണം, എനിക്കൊരു നിലയിൽ ജീവിച്ച് മതിയായിട്ടില്ല. ഈ വസിയത്ത് മഹാനായ ഉസ്താദ് അവറുകൾ സദസ്സിനോട് പറയുമ്പോ അറിയാതെ പലരും സംശയിച്ചു പോയി. 90 വയസ്സ് വരെ ജീവിച്ചില്ലേ, പലതും നേടിയില്ലേ, പലതും ചെയ്തില്ലേ, പല പ്രവർത്തനങ്ങളും നടത്തിയില്ലേ? ഒരു യതീമിനെ സംരക്ഷിച്ചാൽ തന്നെ لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله الله أكبر الله أكبر لا إله إلا الله اللهم رب هذه الدعوة التامة والسلام آت محمد الوسيلة والفضيلة ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അനവകാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹകദാ. ഒരു യതീമിന് ഭക്ഷണം കൊടുത്താൽ, ഒരു യതീമിന് വെള്ളം കൊടുത്താൽ, ഒരു യതീമക്കളുടെ പഠനത്തിന് സഹായിച്ചാൽ, ഒരു യതീം കുട്ടിയുടെ ജീവിതത്തിന് സഹായിച്ചാൽ സ്വർഗത്തിൽ വല്ലാത്ത പവറുകളുണ്ട്, സ്ഥാനങ്ങളുണ്ടെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. എങ്കിൽ ഓ പ്രിയപ്പെട്ട ഭാരപ്പെട്ടിലുള്ള മോമിനീങ്ങളെ, ഓ പ്രായമുള്ള മോമിനീങ്ങളെ, ഉമ്മമാരെ, മഹാനായ ശൈഖുനാ ഉസ്താദ് അവറുകൾ ഒരു യതീമനെ അല്ലല്ലോ, 10 യതീം മക്കളെ അല്ലല്ലോ, 100 യതീം മക്കളെ അല്ലല്ലോ, ആയിരക്കണക്കിന് യതീം മക്കളെയല്ലേ സംരക്ഷിച്ചത്. ഇൽമിന്റെ വഴിയിൽ ഒരാൾ സഹായിച്ചാൽ അവർക്ക് മലക്കുകളുടെ നോട്ടം എപ്പോഴും ഉണ്ടെന്നാണ് ഇസ്ലാമിന്റെ പഠനം. എങ്കിൽ ഉസ്താദ് അവറുകൾ എത്ര ആലിമീങ്ങളെയാണ്, എത്ര പണ്ഡിതന്മാരെയാണ്, എത്ര മുതഅല്ലിമീങ്ങളെയാണ് അവിടുന്ന് സമ്മാനിച്ചത്. മംബന മസ്ജിദൻ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഒരാൾ ഒരു പള്ളിയെ എടുത്തു കഴിഞ്ഞാൽ ബനല്ലാഹു ലഹു ബനല്ലാഹു, അല്ലാഹു ആ മനുഷ്യനിക്ക് എന്ത് ചെയ്യും? ഇട്ടുകൊടുക്കും, അല്ലെങ്കിൽ എടുപ്പ് കൊടുക്കും, സ്വർഗത്തിൽ വല്ലാത്ത രൂപത്തിലുള്ള സന്തോഷം കൊടുക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. എങ്കിൽ ഉസ്താദ് ഉണ്ടാക്കിയ പള്ളിയുടെ കണക്ക് നമുക്ക് അറിയില്ലല്ലോ. ഒരു പള്ളി അല്ലല്ലോ,
10 പള്ളി അല്ലല്ലോ, 100 കണക്കിന് പള്ളികളല്ലേ നൽകിയത്. ആ ഉസ്താദ് അവറുകള് അവിടുന്ന് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ഏതെങ്കിലും ഒരു ദിവസമാവട്ടെ, ഈ അടുത്ത സമയം അവിടുന്ന് പ്രസംഗിക്കുമ്പോ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. അവിടുന്ന് പ്രസംഗിച്ചത് എന്താണ്? എൻ്റെ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം, എൻ്റെ ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യണം, എൻ്റെ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. എനിക്ക് ജീവിക്കാൻ എനിക്കും ആഗ്രഹമുണ്ടെന്നാണ് ആ വാക്കിൽ നിന്ന് മനസ്സിലായത്. കേട്ടവർ അത്ഭുതപ്പെട്ടു പോയി. ഇതെന്താണ് ഇങ്ങനെ പറയുന്നത്? ഇത്ര കാലം ജീവിച്ചില്ലേ, 90 വയസ്സ് ആയില്ലേ, പലതും ചെയ്തില്ലേ, ഇനിയും എന്തിനാണ് ജീവിക്കാൻ വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, ആഫിയത്തിന് വേണ്ടി എന്തിനാണ് പറയുന്നതെന്ന് ചെറിയ സംശയങ്ങൾ വരും. ആ രൂപത്തിൽ അവിടുന്ന് പ്രസംഗിക്കുമ്പോ അതിൻ്റെ മറുപടിയായി ഉസ്താദ് പറഞ്ഞത്, എനിക്ക് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രകാശം ലഭിക്കാൻ, എൻ്റെ ഖബറിൽ എനിക്ക് സന്തോഷം ലഭിക്കാൻ, എൻ്റെ ഹിസാബുകളും സിറാത്തുകളും കിതാബുകളും മീസാനുകളും ഒക്കെ രക്ഷപ്പെടാൻ, എനിക്ക് സ്വർഗം കിട്ടാൻ എനിക്കിനി ജീവിക്കണം. എനിക്ക് പണിയെടുത്തത് മതിയായിട്ടില്ല, പ്രവർത്തിച്ചത് മതിയായിട്ടില്ല, ഓടിയത് മതിയായിട്ടില്ല. എന്തിനാണ് ഓടിയത് ഉസ്താദ് അവറുകള്? ഈ ഒരു മാസത്തെ ചരിത്രം തന്നെ, ഈ ഡിസംബർ മാസത്തെ ചരിത്രം എടുത്താൽ ഉസ്താദ് അവറുകളെ കാണുന്നത് ബഗ്ദാദിലാണ്, ഉസ്താദ് അവറുകളെ കാണുന്നത് UAE-യിലാണ്, ഉസ്താദ് അവറുകളെ കാണുന്നത് തമിഴ്നാട്ടിലാണ്, ഉസ്താദ് അവറുകളെ കാണുന്നത് പിന്നെ ബാക്കിയുള്ള രാഷ്ട്രങ്ങളിലാണ്, കുവൈത്തിലാണ്. അങ്ങനെ ഓടി നടക്കുന്ന ഉസ്താദ് അവറുകൾ പറയുന്നു, എനിക്ക് പണിയെടുത്തത് മതിയായിട്ടില്ല, എനിക്ക് ഓടിയത് മതിയായിട്ടില്ല, എനിക്ക് പ്രവർത്തിച്ചത് മതിയായിട്ടില്ല, എനിക്ക് സംഘടനാ പ്രവർത്തനം നടത്തിയത് മതിയായിട്ടില്ല, എനിക്ക് ഇവിടെ കുറച്ച് ബിസി ഉണ്ടായാലും വിഷയമല്ല, ഇവിടെ തിരക്കുണ്ടായാലും വിഷയമല്ല, ഇവിടെ എനിക്ക് എൻ്റെ ദീനിൻ്റെ വിഷയത്തിന് പോകുമ്പോൾ മറ്റുള്ളതിന് സമയം കിട്ടിയില്ലെങ്കിലും വിഷയമല്ല, എനിക്കൊന്ന് ഇവിടെ കിടക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വിഷയമല്ല, ഇവിടെ റെസ്റ്റ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വിഷയമല്ല, ഇവിടെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വിഷയമല്ല, കാല് നീട്ടി എനിക്ക് ഖബറിൽ കിടക്കണം, കാല് നീട്ടി എനിക്ക് ബെഡ്റൂമിൽ സ്വർഗത്തിൽ കിടക്കണം. അതിനെന്ത് ചെയ്യണം? എനിക്ക് പ്രവർത്തിക്കണം. നിങ്ങൾ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുകയാണ്. ഓ പ്രായമുള്ള മോമിനീങ്ങളെ, ഓ പ്രായമുള്ള മോമിനീങ്ങളെ, നിങ്ങൾ 32 വയസ്സ് മുതൽ 48 വയസ്സ് വരെ, 32 വയസ്സ് മുതൽ 48 വയസ്സ് വരെ അത് SYS-ന്റെ പ്രായത്തിന്റെ സമയമാണ്. ബാരബട്ടിലുള്ള ഒരാളും മെമ്പർഷിപ്പ് എടുക്കാതെ ബാക്കിയാകാൻ പാടില്ല. കർണാടകയുടെ SYS-ന്റെ സമയമാണ് ഞാൻ പറഞ്ഞത്. ഐഡന്റി കാർഡും ആധാർ കാർഡും പരിശോധിക്കുമ്പോൾ 32 വയസ്സായി എന്ന് ഉറപ്പ് വന്നാൽ ആ 32 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ള വർഷങ്ങൾ അത് SYS-ന്റെ സമയമാണ്. ഈ മഹല്ലിലുള്ള ഒരാളും മുടങ്ങിപ്പോകരുത്, ഒരാളും ഒഴിഞ്ഞു പോകരുത്, ഒരാളും മാറി നിൽക്കാൻ പാടില്ല. അത് ഈ പറയപ്പെട്ട താജുൽ ഉലമ പൊരുത്തപ്പെട്ട സംഘടനയാണല്ലോ, മഹാനായ നൂറുൽ ഉലമ പൊരുത്തപ്പെട്ട സംഘടനയാണല്ലോ, മഹാനായ AP ഉസ്താദ് ഓടി നടന്ന സംഘടനയാണല്ലോ, ഔലിയാക്കളും മഹാന്മാരും ആശീർവാദം കൊടുത്ത സംഘടനയാണല്ലോ. അശ്അരിയ സഖാഫിയാകുന്ന ഞാൻ ആരുമല്ല, നിങ്ങൾക്കറിയാം. ഞാനൊരു വലിയ ആലിമല്ല, ഞാനൊരു വലിയ പണ്ഡിതനല്ല, ഞാൻ വലിയൊരു സംഘാടകനല്ല, ഞാനൊരു വലിയ പ്രവർത്തകനൊന്നുമല്ല. പക്ഷെ ഞാനൊരു ഉറപ്പ് തരുന്നു നിങ്ങളോട്, എൻ്റെ വിശ്വാസമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ചെറിയ രൂപത്തിൽ SYS-ന്റെ മെമ്പർഷിപ്പ് എടുത്ത ആളാണ്. പ്രവർത്തിച്ചിട്ടുണ്ടോ എനിക്കൊന്നും ഉറപ്പില്ല, ഓടി നടന്നിട്ടുണ്ടോ എനിക്കൊന്നും ഉറപ്പില്ല. ഇവിടെ ഖലീൽ മാലിക് ഉസ്താദിനെ പോലെയുള്ള 24 മണിക്കൂറും സംഘടനക്ക് ഓടി നടക്കുന്നവരുണ്ട്. പക്ഷെ എനിക്കൊരു വിശ്വാസമുണ്ട്, ഞാൻ SYS-ൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അതിന് ദാഖല ആരാണ്? അതിന് ദാഖല മഹാനായ വലിയുല്ലാഹി വടകര
മുഹമ്മദ് ഹാജി തങ്ങളാണ്. അതിന് ദാഖലയാരാണ്? വലിയുല്ലാഹി ചാപ്പനങ്ങാടി വലിയുല്ലാഹി അവറുകളാണ്. അതിന് ദാഖലയാരാണ്? ഖുതുബുൽ ആലം മുഹമ്മദ് അബീബക്കറിൽ മടവൂരി തങ്ങളാണ്. അതിന് ദാഖലയാരാണ്? മഹാനായ താജുൽ ഉലമ ഉസ്താദാണ്. അതിന് ദാഖലയാരാണ്? അത് ഖുറത്തുസ് സാദാത്ത് മഹാനായ ഖുറത്ത് തങ്ങളാണ്. അവർ നെഞ്ചിലേറ്റിയ സംഘടനയാണ് SYS. അവർ നെഞ്ചിലേറ്റിയ സംഘടനയാണ് SYS. അതുകൊണ്ട് തന്നെ ആ SYSൽ 32 വയസ്സ് മുതൽ 48 വയസ്സ് വരെയാണ് സമയം. ഇന്ന് തന്നെ ഇവിടെ ഷരീഫ് ഷാദി ഉസ്താദ് അടക്കമുള്ള നേതാക്കളെ ബന്ധപ്പെട്ട് ഞാൻ അതിൻ്റെ ഒരു മെമ്പറായിക്കൊള്ളാം. എനിക്ക് മരിക്കുമ്പോൾ ഈമാനോടുകൂടെ മരിക്കാൻ മഹാന്മാരെ കാവലില്ലാതെ കഴിയില്ലല്ലോ. എനിക്ക് ഖബറിൽ രക്ഷ നേടാൻ മഹാന്മാരെ കാവലില്ലാതെ കഴിയില്ലല്ലോ. എനിക്ക് ആഖിറത്തിലെത്തുമ്പോൾ മഹാന്മാരെ കാവലില്ലാതെ കഴിയില്ലല്ലോ. അതിന് തന്നെ ഞാൻ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്ന് എല്ലാവരും ചിന്തിച്ചേക്കണം. ഒന്നുകൂടി പറയുന്നു, 48 വയസ്സ് മുതൽ നീണ്ട കാലത്തെ സമയമാണ് മുസ്ലിം ജമാഅത്തിന്റെ പ്രായമുള്ള സമയം. 48 വയസ്സ് മുതൽ മേലോട്ടുള്ള സമയമാണ് മുസ്ലിം ജമാഅത്തിന്റെ സമയം. ഇവിടെയുള്ള പ്രിയപ്പെട്ട മോമിനീങ്ങളെ, 48 പ്രായം കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ജമാഅത്ത് കമ്മിറ്റിയുടെ മെമ്പറായിരിക്കാം, ജമാഅത്തിന്റെ പദാധികാരികളിൽപ്പെട്ടവരായിരിക്കാം, ജമാഅത്തിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽപ്പെട്ടവരായിരിക്കാം, ഇവിടെയുള്ള വിവിധ സംഘടനകളിലും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്നവരായിരിക്കാം. അതോടൊപ്പം എനിക്ക് ഖബറിൽ എൻ്റെ മഹാന്മാരെ കാവലിന് വേണ്ടി, ആഖിറത്തിൽ എൻ്റെ മഹാന്മാരെ കാവലിന് വേണ്ടി ഒരു ദാഖല ഇരിക്കട്ടെ, ഒരു സാക്ഷ്യപത്രം ഇരിക്കട്ടെ, ഒരു ശുപാർശ ഇരിക്കട്ടെ എന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 48 വയസ്സ് മുതൽ നീണ്ട കാലം മുസ്ലിം ജമാഅത്തിന്റെ മെമ്പർഷിപ്പ് എടുക്കാനുള്ള സമയമാണ്. അത് ജനുവരി 1 മുതൽ 20 വരെയാണ് ഇതിൻ്റെ നേതാക്കൾ നമുക്ക് സമയം തന്നിട്ടുള്ളത്. ഇവിടെയുള്ള നേതാക്കളോട് ബന്ധപ്പെട്ട് മുസ്ലിം ജമാഅത്തിന്റെ ഹസൈനാർ ഉസ്താദിനെ പോലെയുള്ള ആലിമീങ്ങളെ ബന്ധപ്പെട്ട് അതിൻ്റെ മെമ്പർഷിപ്പ് നിങ്ങൾ മെമ്പർമാരാവണം. അതൊരു പാർട്ടി വൈസ് എന്ന് മാത്രം, ഒരു പാർട്ടി വൈസ് എന്ന് കരുതേണ്ടതല്ല, ഒരു സംഘടനാ വൈസ് കരുതേണ്ടതല്ല. മറിച്ച് അശരിയ സഖാഫിയാകുന്ന ഞാൻ, നമ്മളൊക്കെ ആഖിറത്തിലെത്തുമ്പോ നമ്മുടെ അമലുകൾ അത് കബൂല് ചെയ്തോ എന്നൊന്നും നമുക്ക് ഉറപ്പില്ലല്ലോ. നിസ്കരിച്ചിട്ടുണ്ടാകാം, നിസ്കാരം മുഴുവനും സ്വീകരിച്ചോ എന്നൊന്നും ഉറപ്പില്ലല്ലോ. ആ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ഒരു ചാണകലയുള്ള സൂര്യന്റെ ചൂട് കൊണ്ട് വല്ലാതെ ബേജാറോടുകൂടെ തെറ്റ് ചെയ്ത കണക്കനുസരിച്ച് തലയോളം വിയർപ്പിൽ മുങ്ങുന്നവർ, കഴുത്തോളം വിയർപ്പിൽ മുങ്ങുന്നവർ, അരയോളം വിയർപ്പിൽ മുങ്ങുന്നവർ, നടുവോളം വിയർപ്പിൽ മുങ്ങുന്നവർ, കാലോളം വിയർപ്പിൽ മുങ്ങുന്നവർ. അവിടെ വെള്ളം തരാൻ ആരുമില്ലല്ലോ, അവിടെ നമ്മ നോക്കാൻ ആരുമില്ലല്ലോ, നമ്മ സഹായിക്കാൻ ആരുമില്ലല്ലോ. ആ റബ്ബിന്റെ കോടതിയിൽ അശരിയ സഖാഫിയാകുന്ന എന്നെ പിടിച്ചു നിർത്തുകയാണ്. പിന്നെ ഒരു പിടുത്തം പിടിക്കുകയാണ് ഇവിടെ. അത് പോലീസിന്റെ പിടി പോലെയല്ല, അത് വേറെ ഏതെങ്കിലും ശക്തിമാന്റെ പിടി പോലെയല്ല, അധികാരികളുടെ പിടി പോലെയല്ല. ആ പിടി അളക്കാൻ നമ്മെ കൊണ്ട് കഴിയില്ല. ആ പിടിപ്പിടുത്തത്തിന്റെ ഇടത്തത്തിന്റെ ഇടയിൽ ചോദ്യം ചോദിക്കുകയാണ്, ആയുസ് എങ്ങനെ ചെലവഴിച്ചു മോനെ? എല്ലാ ഉമ്മനോടും, എല്ലാ ബാപ്പനോടും, എല്ലാ അധികാരികളോടും, എല്ലാ ആലിമീങ്ങളോടും, എല്ലാ തങ്ങന്മാരോടും, എല്ലാ മുതലാളിമാരോടും, എല്ലാ സ്ഥാനമുള്ളവരോടും, എല്ലാവരോടും ചോദിക്കുകയാണ് റബ്ബിന്റെ കോടതിയിൽ, ആയുസ് എങ്ങനെ ചെലവഴിച്ചു? ആയുസ് എങ്ങനെ ചെലവഴിച്ചു? സന്തോഷത്തോടെ മറുപടി പറയണ്ടേ? താജുൽ ഉലമന്റെ നേതൃത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് ഞാൻ ദീനിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് ഞാൻ. മുസ്ലിം ജമാഅത്തിന്റെ മെമ്പറാണ് ഞാൻ, SYSന്റെ മെമ്പറാണ് ഞാൻ. ഒന്നുകൂടി അവിടെ ചോദിക്കുക
കൊടുക്കുകയാണ്. നിന്റെ യുവത്വമില്ലേ, ചുറുചുറുക്കുള്ള സമയമില്ലേ, 12 വയസ്സ് മുതൽ 32 വയസ്സ് വരെ, 12 വയസ്സ് മുതൽ 32 വയസ്സ് വരെ SSFന്റെ സമയമാണ്. ആരോഗ്യം തന്നത് ഞാനല്ലേ, ആഫിയത്ത് തന്നത് ഞാനല്ലേ, രക്തത്തുടിപ്പ് തന്നത് ഞാനല്ലേ, നിനക്ക് എല്ലാ സൗകര്യങ്ങളും തന്നത് ഞാനല്ലേ. എൻ്റെ കോടതിയിൽ നിന്ന് നിന്നോട് ചോദിക്കുന്നു, 12 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ള നല്ല ആരോഗ്യമുള്ള സമയമില്ലേ, അതെങ്ങനെയാണ് നശിപ്പിച്ചത്? അതെങ്ങനെയാണ് നശിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോ സമാധാനത്തോടെ, ആശ്വാസത്തോടെ, റാഹത്തോടെ പറയണം, ഞാൻ നശിപ്പിച്ചിട്ടില്ല. ഓ പടച്ചവനെ, നിന്റെ അമ്പിയാക്കൾ കൊണ്ടുവന്ന ദീനില്ലേ, നിന്റെ മുത്തുനബി പല്ല് കൊടുത്തിട്ടുണ്ടാക്കിയ ദീനില്ലേ, ആ ദീനല്ലേ ഇസ്ലാം. ആ ഇസ്ലാമല്ലേ സുന്നത്ത് ജമാഅത്ത്. ആ സുന്നത്ത് ജമാഅത്തും ദീനും നമുക്ക് അമ്പിയാക്കളുടെ അനന്തരക്കാരായ ആലിമീങ്ങൾ പറഞ്ഞു തന്നപ്പോ, ഉള്ളാളം തങ്ങൾ പറഞ്ഞു തന്നപ്പോ, കൂറത്ത തങ്ങൾ പറഞ്ഞു തന്നപ്പോ, ബേക്കൽ ഉസ്താദ് പറഞ്ഞു തന്നപ്പോ, സുരുവേർ ഉസ്താദ് പറഞ്ഞു തന്നപ്പോ, ബാണി ഉസ്താദ് പറഞ്ഞു തന്നപ്പോ, ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ് പറഞ്ഞു തന്നപ്പോ, അതുപോലെയുള്ള വലിയ വലിയ ആലിമീങ്ങൾ ഖലീൽ തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞു തന്നപ്പോ, പേരോട് ഉസ്താദ് പറഞ്ഞു തന്നപ്പോ, ഞങ്ങൾ ആ സംഘടനയിൽ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഉമ്മനോട് ചോദിക്കുന്നു, ഉമ്മ നിന്റെ മക്കളുണ്ടായിട്ടില്ലേ? ബാപ്പനോട് ചോദിക്കുന്നു, ബാപ്പ നിനക്ക് മക്കളുണ്ടായിട്ടില്ലേ? എന്തു ചെയ്തു മക്കളെ? മക്കളുടെ ആ യുവത്വത്തിന്റെ സമയം എങ്ങനെയാണ് ചെലവഴിച്ചത്? നല്ല ആധികാരികമായി ബാപ്പ പറയുകയാണ്, എൻ്റെ മോനെ, നിന്റെ ദീനിന്റെ ചുണക്കുട്ടിയായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഹംസത്തുൽ കറാർ ജീവൻ കൊടുത്തുണ്ടാക്കിയ ദീന്, സ്വഹാബത്ത് രക്തമൂറ്റി കൊടുത്ത ദീന്, ആ ദീനിന് വേണ്ടി എൻ്റെ മക്കളെ സുന്നത്ത് ജമാഅത്തിൽ സംവിധാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ ഭാരവട്ടിൽ ശക്തിപ്പെടുത്തുക, SYSന്റെ പ്രവർത്തനങ്ങൾ ഭാരവട്ടിൽ ശക്തിപ്പെടുത്തുക, അതുപോലെ SSFന്റെ പ്രവർത്തനങ്ങൾ ഭാരവട്ടിൽ ശക്തിപ്പെടുത്തുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നതൊന്ന് പൂർത്തിയാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ഒരു 6 മിനിറ്റ് 8 മണിക്കുണ്ട്. 8 മണിയാകുമ്പോൾ നിർത്തുകയാണ്. അല്ലാഹു നമ്മുടെ മജ്ലിസ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. പരിസരങ്ങളിൽ ശബ്ദം കേൾക്കുന്നവരൊക്കെ സദസ്സിൽ വരണം. റാഷിദ് ബുഖാരി ഉസ്താദ് ആയിരക്കണക്കിന് ജനങ്ങളെ സംവദിക്കുന്ന വലിയ പ്രഭാഷകനാണ്, വാഗ്മിയാണ്. അവിടുത്തെ വഅ്ള് കേൾക്കണം, അവിടുത്തെ ഉപദേശം കേൾക്കണം, അവിടുത്തെ പ്രസംഗം കേൾക്കണം, അവിടുത്തെ ദുആയിൽ ഒരുമിച്ച് കൂടണം. സാദാത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്, അവിടുത്തെ ദുആ കേൾക്കണം. അല്ലാഹുവിൻ്റെ ബറക്കത്ത് നിറക്കപ്പെട്ട മാസം പറഞ്ഞതൊന്ന് പൂർത്തിയാക്കുകയാണ്. ആ ബറക്കത്തുകൾ നമുക്ക് വേണം, മക്കളിൽ വേണം. മക്കൾ ബെടക്കായിക്കൂടാ, ഉമ്മക്ക് വേണം. ഉമ്മന്റെ ക്യാഷുകൾ മുഴുവനും മരുന്നിന് ചെലവഴിച്ചുകൂടാ. ബാപ്പക്ക് ബറക്കത്ത് വേണം. ബാപ്പ എപ്പോഴും ICUവിലായിക്കൂടാ, ബാപ്പ എപ്പോഴും വെന്റിലേറ്ററിലായിക്കൂടാ, ബാപ്പ എപ്പോഴും മരുന്നിനടിമപ്പെട്ടുകൂടാ. കുടുംബത്തിന്റെ ഉള്ളിൽ ടെൻഷൻ വേണ്ട, പരന്റെ ഉള്ളിൽ ബേജാറ് വേണ്ട, പരന്റെ ഉള്ളിൽ അസമാധാനം വേണ്ട. അതിനെന്ത് ചെയ്യണം? റബ്ബാകുന്ന നിന്റെ ബറക്കത്ത് ലഭിക്കണം. അതിന് നമ്മൾ ദുആ ചെയ്യണം. ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റജബിൽ എനിക്ക് ബറക്കത്ത് നൽകണം അല്ലാ. എൻ്റെ ഭാര്യ ബറക്കത്തുള്ളതാക്കണം അല്ലാ. എൻ്റെ ഉമ്മ ബാപ്പനെ ബറക്കത്തുള്ളതാക്കണം അല്ലാ. എൻ്റെ കുടുംബങ്ങളിൽ ബറക്കത്ത് നൽകണം അല്ലാ. എൻ്റെ ജീവിതങ്ങളിൽ ബറക്കത്ത് നൽകണം അല്ലാ. ഞാൻ ഒരാഴ്ച മുമ്പ് മഞ്ഞനാടി പരിസരത്തുള്ള കൽക്കട്ടയിൽ ഞാൻ പോയത് SYSന്റെ സ്റ്റേറ്റ് നേതാക്കളുടെ കൂടെയാണ് ഞങ്ങൾ പോയത്. ഒരു വീട്ടിലേക്കാണ് പോയത്. വീട്ടിലെത്തി നോക്കുമ്പോ വല്ലാത്ത വേദനയാണ്. വീട് മുഴുവനും എല്ലാവരോടും കണ്ണുകളും കണ്ണുനീര് കൊണ്ട് വല്ലാത്ത രൂപത്തിൽ കുമിഞ്ഞുകൂടിയിട്ടുണ്ട്.
ശക്തമായ വേദനയോടുകൂടെ വിങ്ങി പൊട്ടി നിൽക്കുകയാണ്. ഞാനുമല്ലേ അവിടെ സംസാരിച്ചു 2 മിനിറ്റ്. ബാക്കിയുള്ളവരും ഷെയ്ഖ് നേതാക്കളും സംസാരിച്ചു. ദുആ ചെയ്ത് വരുമ്പോ ആ വീട്ടുകാരനെ നിങ്ങളൊക്കെ അറിഞ്ഞതാണ് വിഷയം, നിങ്ങളൊക്കെ കേട്ടതാണ് വിഷയം, നിങ്ങളൊക്കെ കണ്ടതാണ് വിഷയം. കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീട്ടിലേക്ക് പോയപ്പോ കണ്ട അനുഭവമാണ് പറയുന്നത്. വീട്ടിൽ നിന്ന് ദുആ ചെയ്ത് സമാശ്വസിപ്പിച്ച് ഇറങ്ങുമ്പോ ആ വീട്ടുകാരനെ പൊരക്കാരനെ കൈപിടിക്കുകയാണ്. കൈപിടിച്ചിട്ട് അയാളോട് ഞങ്ങൾ പറഞ്ഞു ബേജാറാവേണ്ടതില്ല. അപ്പോഴാണ് അയാൾ പറയുന്നത് സഹിക്കാൻ കഴിയുന്നില്ല. എന്താണ് വിഷയം? ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ ഉണ്ടായിട്ട് ആ കൈ വല്ലാതെ കൂട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടിട്ടുണ്ട്, കത്തിച്ചാമ്പലായിട്ടുണ്ട്, കത്തിപ്പൊള്ളലേറ്റ് മരണപ്പെട്ടിട്ടുണ്ട്. പിന്നൊരു പെൺകുട്ടിയുണ്ട്, ദിവസങ്ങളോളം ആ കുട്ടി ഹോസ്പിറ്റലിലായിരുന്നു. കത്തിക്കരിഞ്ഞ ബോഡിയാണ് പിന്നെ കിട്ടിയത്, അവളും മരിച്ചുപോയി. പിന്നൊരു കുട്ടിയുണ്ട്, അവള് കുറച്ച് റാഹത്തായിരുന്നു, പക്ഷേ അഗ്നിയുടെ വല്ലാത്ത തീജ്വാല അനുഭവിച്ചത് കൊണ്ട് തന്നെ ആ പെൺകുട്ടിയും മരണപ്പെട്ടു പോയി. ഓ ഉമ്മമാരെ, ഓ സഹോദരന്മാരെ, ഓ സഹോദരിമാരെ, ചിന്തിച്ചോ നോക്കൂ നിങ്ങള്. ഒരു വീട്ടുകാരന്, ആ വീട്ടുകാരന്റെ സമാധാനം എന്താണ്? ആ വീട്ടുകാരന്റെ ആശ്വാസം എന്താണ്? ആ വീട്ടുകാരന്റെ സമാധാനം സ്വന്തം ഭാര്യയല്ലേ? നമുക്ക് നമ്മുടെ ഏറ്റവും സമാധാനം വീട്ടിലേക്ക് പോകുമ്പോ, ഇവിടെ പുത്തുച്ച വീട്ടിലേക്ക് പോകുന്നു, ഇവിടെ ബാക്കിയുള്ളവർ വീട്ടിലേക്ക് പോകുന്നു, ഉസ്താദ് വീട്ടിലേക്ക് പോകുന്നു. പോകുമ്പോ സമാധാനം എന്താണ്? ഭാര്യ ഉണ്ടല്ലോ, പെണ്ണുങ്ങളുണ്ടല്ലോ, അവളെ കാണുമ്പോ, അവളെ സംസാരം കേൾക്കുമ്പോ, അവളെ ആശ്വാസവചനം കേൾക്കുമ്പോ മനസ്സിന് സമാധാനമാണല്ലോ. രണ്ടാമത് മനസ്സിന് സമാധാനം എന്താണ്? ടെൻഷൻ മാറുന്നത് എപ്പോഴാണ്? ബേജാറ് മാറുന്നത് എപ്പോഴാണ്? പ്രശ്നം മാറുന്നത് എപ്പോഴാണ്? പെൺകുട്ടിയെ കാണുമ്പോഴല്ലേ, മക്കളെ കാണുമ്പോഴല്ലേ. ബാപ്പമാർക്ക് കൂടുതലും പെൺകുട്ടികളോടാണല്ലോ സാധാരണ പ്രകൃതിപരമായ ഇഷ്ടം കൂടുതലുണ്ടാകാറുള്ളത്. എല്ലാ മക്കളോടും ഉമ്മമാർക്കും ബാപ്പമാർക്കും ഒരുപോലെ സ്നേഹം വേണം. ഇടയിൽ പറയുകയാണ്, ആ രൂപത്തില് മനസ്സിന് സമാധാനപ്പെടുത്തേണ്ട സ്വന്തം ഭാര്യയാണ് കത്തിച്ചാമ്പലായി മരിച്ചത്. ആ വീട്ടില് സ്വന്തം 2 പെൺകുട്ടികളാണ് മരിച്ചത്. അയാൾ പറഞ്ഞു, ഉസ്താദേ, ഭാര്യ മരിച്ചതിൽ ഞാൻ വലിയ ടെൻഷനാക്കുന്നില്ല, എൻ്റെ മക്കൾ മരിച്ചതിലും എനിക്ക് വലിയ ടെൻഷനില്ല. കാരണം അത് അള്ളാഹുവിൻ്റെ ഖലാഅല്ലേ. അള്ളാഹുവിൻ്റെ അവധി എത്തുമ്പോ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങൾ എന്തിനാണ് ടെൻഷനാക്കുന്നത്? അപ്പോഴാണ് അയാളെ മറുപടി, ഒരു മകള് ബാക്കിയുണ്ട്, ഒരു മകള് ബാക്കിയുണ്ട്. അൽഹംദുലില്ലാ, അവൾ ആഫിയത്തിലുണ്ട്, അവൾ ആരോഗ്യത്തിലുണ്ട്. ഉസ്താദേ, അവളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ബാപ്പയാകുന്ന എന്നെ കാണാൻ അവൾ പൊട്ടിക്കരയുകയാണ്. ബാപ്പയാകുന്ന എന്നെ കാണിക്കാൻ കഴിയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മരിച്ചപ്പോ, എൻ്റെ ബാക്കിയുള്ള പെൺകുട്ടികൾ മരിച്ചപ്പോ ഉള്ള ഈ കുട്ടിയെ കാണാൻ എനിക്ക് ആശയുണ്ടാവില്ലേ ഉസ്താദെ? പക്ഷെ കാണാൻ നിവർത്തിയില്ല. ആ പെൺകുട്ടി ഇവിടെ വന്നാൽ അലമുറയിട്ടിട്ട് ചോദിക്കുന്നത് ഉമ്മനെയാണ്. എൻ്റെ ഉമ്മ എവിടെയാണെന്നാണ്, എൻ്റെ ദീദിമാരെവിടെയെന്നാണ്, എൻ്റെ ജ്യേഷ്ഠത്തിമാരെവിടെയെന്നാണ്. ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ബലാകൾ വ്യാപകമാകുന്ന കാലഘട്ടത്തില്, ബേജാറുകൾ വ്യാപകമാകുന്ന കാലഘട്ടത്തില്, അപകടങ്ങൾ വ്യാപകമാകുന്ന കാലഘട്ടങ്ങളിൽ ബറക്കത്ത് അല്ലാഹു നമുക്ക് നൽകണം, ബറക്കത്ത് അല്ലാഹു നിലനിർത്തണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. ആ ബറക്കത്ത് ലഭിക്കാൻ എനിക്ക് ദുആർക്കാൻ അറിയൂല. ഞാൻ ദുആർന്നാൽ സ്വീകരിക്കുമോ ഉറപ്പില്ല. എങ്കിലും എനിക്കുറപ്പുണ്ട്, ഇബാദത്ത് ദായിമയാക്കിയ ആലിമീങ്ങളില്ലേ, ദിക്റുകൾ പതിവാക്കിയ ആലിമീങ്ങളില്ലേ, സ്വലാത്തുകൾ ദായിമയാക്കിയ മഹാന്മാരില്ലേ, അല്ലാഹുവിലേക്ക് അടുത്ത സ്വാലിഹീങ്ങളില്ലേ, അവരെ കൂടെ കൂടിയാൽ, അവരോട് ചേർന്ന് നിന്നാൽ, അവരെ പിന്നിൽ നിന്നാൽ, അവരെ കൂടെ നിന്നാൽ എനിക്ക് അല്ലാഹു വലിയ സഹായങ്ങൾ നൽകും, വലിയ പവറുകൾ നൽകുമെന്ന രീതിയിൽ ഇങ്ങനെയുള്ള സംഘടനാ പ്രവർത്തനങ്ങളിൽ മഹാന്മാരായ ആലിമീങ്ങളും സ്വാലിഹീങ്ങളുടെ കൂടെ നിന്നിട്ട്, ചിലപ്പോൾ ഞാൻ മോശക്കാരനായിരിക്കാം, നമ്മുടെ ജീവിതത്തിൽ ഏറെ കൊറോടികൾ വന്ന് പോയിട്ടുണ്ടാകാം, മോശങ്ങൾ വന്നു പോയിട്ടുണ്ടാകാം,
എങ്കിലും ആഖിറത്തിലെത്തുമ്പോ എൻ്റെ ഓരോരോ വിഷയങ്ങൾ നോക്കുമ്പോ, എൻ്റെ ജീവിതത്തിൽ ചെയ്തി നോക്കുമ്പോ, എൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോ ഒന്നും നല്ലതില്ല, ഒന്നും പറയാൻ പറ്റുന്നതില്ല, ഒന്നും എടുത്തു വെക്കാനില്ല. അങ്ങനെയുള്ള സമയത്ത് എനിക്ക് എൻ്റെ റബ്ബിൻ്റെ കോടതിയിൽ മഹാന്മാരായ സ്വാലിഹീങ്ങളെ കാണുമ്പോ, ഈ ഭാഗത്ത് നമുക്ക് നേതൃത്വം നൽകിയ ഒരു മഹാനാണ്. ഞാൻ നിർത്തി ഒറ്റൊരു മിനിറ്റ് മാത്രം ഇൻഷാ അല്ലാഹ് ഖതീബ് ഉസ്താദ് പ്രാസാബിക ഭാഷണം നടത്തുന്നു. ഒറ്റ മിനിറ്റ് നിങ്ങളോട് പറയുന്നു. ഈ ഭാഗത്ത് നേതൃത്വം നൽകിയ മഹാനാണ് താജ് ശരിയ ശൈഖുന അലിക്കുഞ്ഞ് ഉസ്താദ്. ബാരബട്ടിലുള്ള എല്ലാവർക്കും അറിയില്ലേ അലിക്കുഞ്ഞ് ഉസ്താദിനെ? എല്ലാവർക്കും അറിയില്ലേ അലിക്കുഞ്ഞ് ഉസ്താദിനെ? ആ മഹാനായ താജ് ശരിയ ഉസ്താദ് അവറുകള്, ആ ഉസ്താദിന്റെ മുന്നിലേക്ക് നമ്മൾ ആഖിറത്തിലെത്തുകയാണ്. എന്നെ കാണുകയാണ്, ഈ മുഹമ്മദ് അലി എന്ന് പറയുന്ന എന്നെ കാണുകയാണ്, നിങ്ങളെ കാണുകയാണ്. അലിക്കുഞ്ഞ് ഉസ്താദിനെ നമുക്ക് പരിചയമുണ്ടല്ലോ, നിങ്ങൾക്കും പരിചയമുണ്ടല്ലോ, അവർക്കും നമ്മളെ പരിചയമുണ്ടല്ലോ. എല്ലാ റെക്കോർഡുകളും മോശമാണ്, എല്ലാം മോശമാണ്. നരകത്തിന്റെ വിഷയത്തിലേക്ക് മാത്രമാണ് മുൻതൂക്കമുള്ളതെങ്കിലും അലിക്കുഞ്ഞ് ഉസ്താദിന്റെ മുന്നിൽ പോയിട്ട് അവർ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് നമുക്ക് സംശയമില്ലല്ലോ. അവിടത്തേക്ക് കരഞ്ഞു പറഞ്ഞാൽ അലിക്കുഞ്ഞ് ഉസ്താദിനോട് നമുക്ക് പറയാം, ഉസ്താദേ നിങ്ങളെ നേതൃത്വം നൽകിയ SYSന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ. നിങ്ങൾ ആശീർവാദം കൊടുത്ത SSF മെമ്പറായിട്ടുണ്ട് ഞാൻ. നിങ്ങൾ ആശീർവാദം കൊടുത്ത മുസ്ലിം ജമാഅത്തിൽ ഞാൻ മെമ്പറായിട്ടുണ്ട്. ഞാൻ സംഘടനാ പ്രവർത്തനങ്ങളെ വേദിയിൽ താജ് ശരിയ ഉസ്താദ് വന്ന് ഞങ്ങൾക്ക് ദ്വാരക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഉമ്മമാർക്ക് പറയാം, ബാപ്പമാർക്ക് പറയാം, പ്രായമുള്ളവർക്ക് പറയാം, ചെറുപ്പക്കാർക്ക് പറയാം, എല്ലാവർക്കും പറയാം. താജ് ശരിയ ഉസ്താദ് അവர்கள் SYSനെ അംഗീകരിച്ച ആളാണ്, മുസ്ലിം ജമാഅത്തിനെ അംഗീകരിച്ച ആളാണ്, SSFനെ അംഗീകരിച്ച ആളാണ്. ബാരബട്ടിലുള്ള ഞാനും അംഗീകരിച്ച ആളാണ്. ഞാൻ സന്തോഷത്തോടുകൂടെ പറയുമ്പോ താജ് ശരിയ ഉസ്താദ് പറയും, ബരി അവിടുന്ന് തട്ടൂല, അവിടുന്ന് മുഖം മറക്കൂല, അവിടുന്ന് കൈകൊണ്ട് തട്ടൂല, താജ് ശരിയ ഉസ്താദ് കാലുകൊണ്ട് ചവിട്ടൂല. ബെരിമോനെ, അവിടുത്തെ സ്വഭാവം അങ്ങനെയാണ് ബെരിമോനെ. എന്നിട്ട് താജ് ശരിയ ആഖിറത്തിൽ കൊണ്ടുപോകുന്ന ആരുടെ അടുത്താണ്? അവിടുത്തെ ശൈഖായിരുന്നു, അവിടുത്തെ ഉസ്താദായിരുന്നു മഹാനായ മടവൂര് വലിയുള്ള CM വലിയുള്ള താജ് ശരിയന്റെ ഉസ്താദാണ്. താജ് ശരിയ ഉസ്താദ് ഫതഹുൽ മുഈൻ ഓതിയത് മഹാനായ CM വലിയുള്ളാന്റെ അടുക്കലാണ്. അവിടുത്തെ കുപ്പായം കഴുകി കൊടുത്തത് മഹാനായ അലിക്കുഞ്ഞ് ഉസ്താദാണ്. മടവൂര് ശൈഖിന്റെ തുണി കഴുകി കൊടുത്തത് താജ് ശരിയ അലിക്കുഞ്ഞ് ഉസ്താദാണ്. ആ താജ് ശരിയ അലിക്കുഞ്ഞ് ഉസ്താദ് പറയും, മടവൂര് ശൈഖിന്റെ അടുക്കലേക്ക് പോയി, ഓ ശൈഖ് അവറുകളെ, നിങ്ങളെ ശിഷ്യനാണ് ഞാൻ, നിങ്ങളെ മുരീദാണ് ഞാൻ, എന്നെ കൈപിടിക്കണം. മടവൂര് ശൈഖ് താജ് ശരിയ ഉസ്താദിനെ കൈപിടിക്കുമ്പോ താജ് ശരിയ ഉസ്താദ് പറയും, ഇത് ബാരബട്ടിലുള്ള ആളാണ്, ഇത് ആലിമീങ്ങളെ പിന്നിൽ നിന്ന ആളാണ്, ഇത് മഹാന്മാരെ പിന്നിൽ നിന്ന ആളാണ്, ഇത് തങ്ങന്മാരെ പിന്നിൽ നിന്ന ആളാണ്. അല്ലാഹു അതിന് നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണം. അഭിവന്ദരായ സയ്യിദ് ഷമീം തങ്ങളടക്കമുള്ള സാദാത്തുക്കളൊക്കെ നമ്മുടെ വേദിയിലുണ്ട്. ദാറുൻ നജാത്തിന്റെ സാരഥി ഹമീദ് ഹാജി അടക്കമുള്ള ഒരുപാട് വലിയ വലിയ ഉമറാക്കളും മറ്റുമൊക്കെ ഈ വേദിയിലുണ്ട്. ഒരുപാട് പ്രഭാഷണങ്ങളും മറ്റുമൊക്കെ ഇവിടെ നടക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ ഇഹ്സാൻ കർണാടക് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട്. ഉത്തര കർണാടകയിലൊക്കെ ദീനിൻ്റെ പ്രവർത്തനം നടത്തുന്ന ഒരുപാട് മദ്രസകളും പള്ളികളും ദീനിൻ്റെ സംരംഭങ്ങളൊക്കെ ഉണ്ടാക്കിയ സംഘടന പെട്ടെന്ന് തീരുമാനിച്ചൊരു തീരുമാനമാണ്, നാളെ ഉച്ചക്ക് 12 മണിക്ക് വിട്ല ടൗണിൽ അതിൻ്റെ ഒരു സ്നേഹസഞ്ചാരം, ആലിമീങ്ങളൊക്കെ വന്നിട്ട് ഒരു വാഹനജാഥയുടെ ഒരു പ്രസംഗവും കാര്യമൊക്കെ നടക്കുകയാണ്. ഇവിടെയുള്ള എല്ലാ ഉമറാക്കളെയും ഇവിടെയുള്ള എല്ലാ ഹക്കീം ചടക്കമുള്ള എല്ലാ മോമിനീങ്ങളെയും ഇൻഷാ അല്ലാഹ് നാളെ 12 മണിക്ക് വിട്ല ടൗണിലേക്ക് ആദരപൂർവ്വം എല്ലാവരും അറിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് ഇവരുടെ ഒരു അറിയിപ്പായി കരുതി എല്ലാവരും അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇൻഷാ അല്ലാഹ് അതിലുണ്ടാവണം. ഞാൻ കുറച്ച് മുമ്പ് തന്നെ ഒളവൂരിൽ ഒരു യൂണിറ്റ് കോൺഫറൻസിൻ്റെ ഒരു പരിപാടിയിൽ മുമ്പേ ഏറ്റെടുത്തത് കൊണ്ട് 7 മണിക്ക് അവിടെ എത്താമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഖത്തീബ് ഉസ്താദിൻ്റെ ഞാൻ പൊരുത്തം വാങ്ങിയിട്ട് എന്താക്കിയത്, പിന്നെ സംസാരിച്ചത്. ഉസ്താദും പൊരുത്തപ്പെടണം, എല്ലാവരും പൊരുത്തപ്പെടണം. ഇൻഷാ അല്ലാഹ് ഇവിടെ അഭിനന്ദന കാര്യക്രമങ്ങളൊക്കെ നടക്കാനുണ്ട്, ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ നടക്കാനുണ്ട്. എല്ലാം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് പോകണം. ഇത് ജാഗരുത്, നല്ല ജാഗല്ല റബ്ബേ, ഇതാരുത് ജാഗ, ഈ സ്ഥലരുത്.
അബ്ദുലിച്ച മാഷാ അല്ലാഹ്. ഒരു ഇന്റർനാഷണൽ സമ്മേളനം നടത്താൻ പറ്റുന്ന സ്ഥലം കൂടിയാണ് അബ്ദുലിച്ച. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് കൊടുക്കട്ടെ. ഈ സ്ഥലം കൊടുത്ത കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ കൂട്ടുകുടുംബങ്ങളിലേക്ക്, മാതാപിതാക്കളിലേക്ക്, ഇവിടെ ഇൽമിന്റെ സന്തോഷവും അള്ളാഹു അവരുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിക്കുമാറാവട്ടെ. അതുൽച്ച ഭാര്യ, മക്കൾ, കുടുംബങ്ങളൊക്കെ അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. നമ്മളെ പുത്തുച്ച ഇവിടുത്തെ അധ്യക്ഷ സ്ഥാനം, അതുപോലെ ജമാഅത്ത് കമ്മിറ്റിയിലുള്ള ഒരുപാട് നേതാക്കളുണ്ട്. അൽഹംദുലില്ലാ, അവരൊക്കെ നമ്മളെ അശ്അരിയുമായും നമ്മളെ സ്ഥാപനങ്ങളായൊക്കെ വലിയ ബന്ധപ്പെടുന്ന ആളാണ്. അവരെ പ്രിയപ്പെട്ട സഹോദരൻ, പ്രിയപ്പെട്ട അബ്ദുൽ ഹമീദ് കുവൈത്ത്, അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ വലിയ നേതൃത്വമാണ് പ്രിയപ്പെട്ട ഹമീച്ച. അള്ളാഹു അദ്ദേഹത്തിനും ബർക്കത്ത് നൽകട്ടെ. അതുപോലെ നമ്മുടെ ഈ ബാരബട്ട് പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന ഒരുപാട് നല്ല നല്ല ഉമ്മമാർ, ബാപ്പമാർ, അവരൊക്കെ അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്കിവിടെ ഈ മജ്ലിസ് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞത്. അതിൻ്റെയൊക്കെ ബർക്കത്ത് അവരെ ഖബറുകളിലേക്ക് അള്ളാഹു നൽകുമാറാവട്ടെ. എപ്പോൾ നമ്മൾ ദ്വാർക്കുമ്പോൾ നമ്മളെ ഇരിയമാർക്ക്, നമ്മളത് മരിച്ചു പോയവരിലേക്ക് എന്താക്കണം, ദ്വാർക്കണം. അതൊരു സന്തോഷമാണ്. അങ്ങനെ ദ്വാരുന്നാലും ഞമ്മ മരിച്ചെങ്കിൽ നമുക്ക് ദ്വാരക്കാൻ ആളുകൾ എന്താവും, വേറെ അള്ളാഹു നിയോഗിക്കും. അള്ളാഹു കബൂല് ചെയ്യുമാറാവട്ടെ എന്ന് ദ്വാ ചെയ്തുകൊണ്ട് ഇവിടെ കൗണ്ടർ ഉണ്ട്. നല്ല ഓലയും നല്ല മടലും നല്ല കവുങ്ങും എല്ലാം പൊട്ടി എല്ലാം ചന്താക്കിയിട്ടുണ്ട്. അവിടെ ഒറ്റ സർബത്തും കാണുന്നില്ല, ഒരു ചായയും കാണുന്നില്ല. ഞാൻ ചോദിച്ചത് എന്താണ്, അപ്പോൾ അവർ പറഞ്ഞത് ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഒരു വ്യവസ്ഥ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ആഖിറത്തിൽ. അതിൻ്റെ മറുപടി അവിടെയാണ് മുസ്ലിം ജമാഅത്തിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുന്നത്, അവിടെയാണ് SYSൻ്റെ മെമ്പർഷിപ്പ് എടുക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 32 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ള ആരെങ്കിലും മെമ്പറായിട്ടില്ലെങ്കിൽ അവിടെ ഫോമുകളും ബാക്കിയൊക്കെ ഉണ്ട്. അവിടെ ബാല്യക്കാരെല്ലാം എന്താവും, ഫില്ല് ചെയ്യും. 48 വയസ്സ് മുതൽ മുകളിലുള്ള ആരെല്ലാം ഉണ്ട് മുസ്ലിം ജമാഅത്തിൻ്റെ മെമ്പർ ഉസ്താദ് വരുന്നതിന് മുമ്പ് അത് മെമ്പറായി. ഇനി ആധാര കാർഡില്ലെങ്കിൽ നാളെ അയച്ചു കൊടുത്താലും മതി. ഇൻഷാ അല്ലാഹ് മെമ്പർ എല്ലാവരും ആയി നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ചുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ പരിപാടി ഔപചാരികമായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കോടുകൂടെ സമ്മതത്തോടുകൂടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കട്ടെ. വസ്സലാമു ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ವಅಲೈಕುಂ ಸಲಾಂ. ನಮ್ಮ ಸಮಾರಂಭದಲ್ಲಿ 4 ಗಣ್ಯ ವ್ಯಕ್ತಿಗಳನ್ನು ಗೌರವಿಸಿ